കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതിയുടെ ആദ്യ യോഗം ഇന്ന് KPCC ആസ്ഥാനത്ത് ചേരാൻ പോവുകയാണ്. രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ KC വേണുഗോപാൽ, ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി അൽഫ്രഡ് ഡിസൂസ ചേരുകയാണ്. അൽഫ്രഡ്, ഇന്നിപ്പോൾ KPCCയുടെ യോഗമുണ്ട്. ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ളതും കൂടിയാണ്. പക്ഷേ അതിന് മുന്നോടിയായി ഇന്നലെ പെട്ടെന്നൊരു അടിയന്തരമായൊരു യോഗമൊക്കെ ഉണ്ടായി കൊച്ചിയിൽ. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ആ യോഗത്തിൽ പങ്കെടുക്കുകയും ഉണ്ടായി. അപ്പോൾ ഇന്നത്തെ യോഗത്തിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു രേഖ അത് അവിടെ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ന് ഉറപ്പാണ്. ഇപ്പോൾ ഏറ്റവും വലിയ കടമ്പ എന്ന് പറയുന്നത് ഈ സ്ഥാനാർത്ഥി നിർണയമാണ്. ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി നിർണയം പോലും വന്നിട്ടില്ല. ആരൊക്കെ എന്തൊക്കെ എന്നുള്ള കാര്യത്തിൽ ഇന്നലെ തീരുമാനിച്ച കാര്യങ്ങൾ അത് ഇന്നിപ്പോൾ ഒരു പ്രഖ്യാപനത്തിലേക്ക് പോകുന്ന വിധത്തിൽ കാര്യങ്ങൾ ആക്കുക അതന്നെയല്ലേ ഉണ്ടാവുക. ഇന്ന് വിശാലമായ യോഗമാണ് ഇന്ന് ചേരുന്നത് KPCC ആസ്ഥാനത്ത്. അതായത് രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷത. ഇന്നലെ ഒരു അനൗദ്യോഗികമായി ഇവരൊരു കൂടിച്ചേരൽ മാത്രമാണ് കൊച്ചിയിൽ നടന്നത്. അതായത് ഈ നേതാക്കളൊക്കെ തന്നെ ഒരുമിച്ച് സതീശന്റെ യാത്രയുമായി ബന്ധപ്പെട്ട് VD സതീശൻ അവിടെ എത്തിയപ്പോൾ ACC ജനറൽ സെക്രട്ടറി ആയിരുന്ന KC വേണുഗോപാൽ, ദീപാദാസ് മുൻഷിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നു, KPCC അധ്യക്ഷൻ. അപ്പോൾ ഇവരൊരു അനൗദ്യോഗികമായ ഒരു നേതാക്കൾ തമ്മിലൊരു കൂടിക്കാഴ്ച, ഒരു ചർച്ചയും ഒക്കെ നടന്ന് ഏറെക്കുറെ സ്ഥാനാർത്ഥികളുടെ, അതായത് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ എവിടെ എന്ന കാര്യത്തിൽ ഒരു ധാരണയിലെത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനാകും. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇന്ന് ചേരുന്നത് വിശാലമായ ഒരു KPCCയുടെ യോഗമാണ്. ആ യോഗത്തിൽ DCC അധ്യക്ഷന്മാർ, KPCC വർക്കിംഗ് പ്രസിഡന്റുമാരടക്കം എല്ലാവരും ആ യോഗത്തിൽ പങ്കെടുക്കും. ചർച്ചകൾ വളരെ ശക്തമായി തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിലും സംശയമില്ല. പക്ഷേ രമേശ് ചെന്നിത്തല, ഇത് ഔദ്യോഗികമായ ഒരു യോഗമാണ്. രമേശ് ചെന്നിത്തലയെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനായി നിശ്ചയിച്ചതിന് ശേഷം ചേരുന്ന യോഗമാണ്. രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗമാണ്. അങ്ങനെ നിരവധി പ്രത്യേകതകളൊക്കെ ഇന്നത്തെ യോഗത്തിലുണ്ട്. ഇത് ഒരു തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ സ്ഥാനാർത്ഥി നിർണയത്തിൽ ചർച്ച നടത്തുന്നതിന് വേണ്ടി ആദ്യമായി ചേരുന്ന ഔദ്യോഗികമായ യോഗം കൂടിയാണ്. ഒന്നാം ഘട്ടത്തിൽ സ്ഥാനാർത്ഥികളെ എത്രയും വേഗം പ്രഖ്യാപിക്കുക, അതാണ് ഈ യോഗത്തിന്റെ അജണ്ട. അതായത് VD സതീശന്റെ യാത്ര 6-ാം തീയതി മാർച്ച് 6-ന് തീരുകയാണ്. അതിന് മുമ്പ് തന്നെ ഇതിൽ ഒന്നാം ഘട്ട പ്രഖ്യാപനം നടത്തണമെന്നാണ്. ഇപ്പോൾ വിജ്ഞാപനമൊക്കെ ഏറെക്കുറെ മാർച്ച് ആദ്യ വാരം ഉണ്ടാകുമെന്നാണ് എല്ലാവരും രാഷ്ട്രീയ നേതാക്കളും പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിജ്ഞാപനത്തോട് തൊട്ട് മുന്നെയോ ആ സമയത്ത് തന്നെ ഒന്നാം ഘട്ട പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ നിലവിലെ സിറ്റിംഗ് MLA-മാരും SC/ST സംവരണമുള്ള വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുക. നിലവിലെ സിറ്റിംഗ് MLA നമ്മൾ നേരത്തെ തന്നെ അറിയാവുന്നതുപോലെ 21-ൽ 2ഇടത്ത്, പാലക്കാടും അപ്പോൾ തൃപ്പൂണിത്തുറ K ബാബുവും ഒഴികെ മറ്റെല്ലായിടത്തും ഏറെക്കുറെ സിറ്റിംഗ് MLA തന്നെയാവും മത്സരിക്കുക. ആ പ്രഖ്യാപനവും നടത്തും. ഒപ്പം തന്നെ SC/ST സംവരണ വാർഡുകളിലെ സ്ഥാനാർത്ഥികൾ, ഇതാണ് ഒന്നാം ഘട്ടത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ ഒരു കൃത്യമായ ഒരു കൃത്യത വരുത്താൻ വേണ്ടി ഇന്നത്തെ യോഗത്തിന്റെ അജണ്ട എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതോടൊപ്പം ഈ പ്രധാനപ്പെട്ട നേതാക്കൾ, അതായത് K മുരളീധരൻ അടക്കമുള്ള നേതാക്കളുണ്ട്. ഇവരൊക്കെ എവിടെ മത്സരിക്കും? K മുരളീധരൻ വട്ടിയൂർക്കാവ് എന്ന് തന്നെ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു. നേതൃത്വത്തെ ഔദ്യോഗികമായി ഇത് അറിയിക്കുകയും ചെയ്തു. ഇക്കാര്യം ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യും. അതോടൊപ്പം തന്നെ സീനിയർ നേതാക്കന്മാരിൽ ഇപ്പോൾ MM ഹസന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ തമ്മിൽ ഒരു ചർച്ചകൾ വളരെ സജീവമായി നടക്കുകയാണ്. MM ഹസനെ എവിടെ നിർത്തണമെന്ന് നേമത്ത് പോലെ MM ഹസന്റെ പേര് അരുവിക്കര ചർച്ച ചെയ്തിരുന്നു. അതിനൊപ്പം നേമത്ത് പോലെ MM ഹസന്റെ പേരിൽ ചില ചർച്ചകളൊക്കെ നടക്കുകയാണ്. അതിൽ MM ഹസൻ നിൽക്കണമോ എന്ന കാര്യത്തിൽ പോലും വ്യക്തത വന്നിട്ടില്ല. പക്ഷെ അദ്ദേഹം താല്പര്യം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഹൈക്കമാൻഡിനാണ് തീരുമാനം വിട്ടിരിക്കുന്നത്. ഈ രീതിയിലൊക്കെയുള്ള ചർച്ചകളൊക്കെ നടക്കുകയാണ്. VS ശിവകുമാർ എവിടെ മത്സരിക്കണം എന്ന കാര്യത്തിലൊക്കെ ഒരു തർക്കം. കാരണം VS ശിവകുമാർ മത്സരിച്ചേ മതിയാകും, അദ്ദേഹം മത്സരിക്കണമെന്നും തിരുവനന്തപുരം സെൻട്രലിന് വേണ്ടിയൊക്കെ പിടിവാശി കൂടി നിൽക്കുന്നൊരു സാഹചര്യമൊക്കെയാണ്. അതുപോലൊപ്പം തന്നെ MP-മാർ ആരെങ്കിലും മത്സരിക്കാനുണ്ട്. പ്രത്യേകിച്ച് ഈ ഷാഫി പറമ്പിൽ അടക്കമുള്ളവരുടെ പേരുകളൊക്കെ മുന്നോട്ട് വന്നിരിക്കുന്ന ഒരു സാഹചര്യം. അടൂർ പ്രകാശിന്റെ പേരുകളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ MP-മാർ ആരെങ്കിലും മത്സരിക്കേണ്ടതുണ്ടോ, മത്സരിച്ചാൽ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിൻ്റെ ഒരു സാധ്യത, ഇത്തരം ചർച്ചകളും ഇന്നത്തെ അജണ്ടയിലുണ്ട്. ഇതൊക്കെ ഇന്ന് ചർച്ച ചെയ്യും. അതിനുശേഷം MP-മാർ ആരെങ്കിലും മത്സരിക്കണമെന്നൊരു ഭൂരിപക്ഷ അഭിപ്രായം ഉണ്ടാവുകയാണെങ്കിൽ അത് ഹൈക്കമാൻഡിന് വിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഹൈക്കമാൻഡ് കർശനമായ നിർദ്ദേശമുള്ളതാണ് MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന്. ഇക്കാര്യത്തിൽ ഏതെങ്കിലും എതിരഭിപ്രായം നേതൃത്വത്തിൽ. ശരി, അൽഫ്രഡ് ഡിസൂസയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതിയുടെ ആദ്യ യോഗം ഇന്ന് KPCC ആസ്ഥാനത്ത് ചേരാൻ പോവുകയാണ്.